എല്ലാ തെളിവുകളും ഈ പറയുന്നത് പോലെ ആര് കോടതിയിൽ കൊടുക്കുന്ന തെളിവും, പ്രത്യേകിച്ച് ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന തെളിവുകൾ അത് അന്വേഷിച്ച് കണ്ടെടുത്തി അത് പ്രൂവ്ഡ് ആക്കേണ്ടത് ഉത്തരവാദിത്തമാർക്കാണ്? പോലീസിനാണ്. ഇപ്പം ഈ വിഷയത്തിൽ തന്നെ ഞാൻ പറഞ്ഞ കേസുകളിൽ, ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ SIT രൂപീകരിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസ് DGPയുടെ നേതൃത്വത്തിൽ, അതിൽ ഞാൻ പറഞ്ഞല്ലോ, പോലീസ് നടത്തുന്ന കഴിഞ്ഞ 3 മാസത്തെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായത് എല്ലാ തെളിവുകളും നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ യഥാർത്ഥ തെളിവിലേക്ക് പോകാതെ പോകുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് സത്യസന്ധമാണെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്ത് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു, പത്രക്കാരോട് പറഞ്ഞു. എന്തേ ഒരു സ്റ്റെപ്പ് എടുക്കാത്ത ഗവൺമെൻറ്? ഈ നവീൻ ബാബുവിന്റെ മരണമോ കൊലപാതകമോ, ആ മരണത്തിൽ പി ശശിക്ക് പങ്കുണ്ട് എന്നതാണോ കൃത്യമായ സ്റ്റേറ്റ്മെന്റ്? അല്ല, അത് ഇവരെ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന്. പി ശശിയുടെ സാന്നിധ്യം, ഇപ്പോൾ ഈ മരണം തന്നെ എങ്ങനെയാണ് ഹാങ്ങിങ് ഡെത്താണെന്ന് പറയാം? ഈ മനുഷ്യ ശരീരത്തിൽ വല്ല വിഷവും കയറിയിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് ഇത്തരം ദുരൂഹമായിട്ടുള്ള മരണങ്ങളിൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ഡോക്ടേഴ്സ് അത് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ് ആ കുടുംബം വരുന്നത് വരെ കാത്തിരിക്കാതെ ഇൻക്വസ്റ്റ് നടത്തിയത്? എന്തുകൊണ്ടാണ് ആ കുടുംബം വരുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം നടത്തിയത്? ഈ ബോഡി അവിടുന്ന് തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അത് അവർ പറയുന്ന, പോലീസ് പറയുന്നത് ശരിയാണെങ്കിൽ ആ ബോഡി താഴെ ഇറക്കുന്നതിന് മുമ്പ് ആ പരിസരത്തെ സമീപവാസികളെ അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥനെ, വില്ലേജ് ഓഫീസറെ ആരെങ്കിലും സാക്ഷിയാക്കി അവർ നിർത്തേണ്ടതാണ്. ആരെയാണ് നിർത്തിയിട്ടുള്ളത്? ആരാണിത് കണ്ടിട്ടുള്ളത്? ഇതെല്ലാം ഇവരങ്ങോട്ട് പറയല്ലേ. ഇവർ ഓടിപ്പോകുന്നു, ബോഡി എടുക്കുന്നു, കൊണ്ടുപോകുന്നു, ഇൻക്വസ്റ്റ് നടത്തുന്നു, പോസ്റ്റ്മോർട്ടം നടത്തുന്നു, ഫിനിഷ്. ലോകത്തെവിടെയും കേട്ടിട്ടുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ആ കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ വളരെ ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സത്യസന്ധമായി അന്വേഷിക്കേണ്ട ഒരു കേസ് തന്നെയാണിത്. ഇപ്പോൾ 3 ദിവസം മുമ്പ് വേറെ കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ IAS, ഞാൻ പലപ്പോഴും പറഞ്ഞു, ഇതിന് കൂടെ പറയുന്ന വേറൊരു കാര്യമാണ് രാധാകൃഷ്ണൻ, നമ്മുടെ ഗോപാലകൃഷ്ണന് എന്തായി? വെബ്സൈറ്റ് ഉണ്ടാക്കി. അതിലവസാനം പോലീസ് പറയുന്നതിൽ തെളിവില്ല എന്ന് പറയുന്നത്. 3-ാം തീയതി DGPക്ക് ഇത് പുനരന്വേഷിക്കണം, പോലീസ് റിപ്പോർട്ട് തള്ളണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ട് ഒറ്റ മിനിറ്റ് ഞാനത് വായിക്കാം. ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പോലീസ് ചീഫ്, വ്യവസായ വകുപ്പ് ഡയറക്ടർ K. ഗോപാലകൃഷ്ണൻ മതസ്പർദ്ധ വളർത്താൻ IAS ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച സംഭവത്തിൽ കേസെടുക്കേണ്ടെന്ന് പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നുവെന്ന വാർത്തകൾ മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു. സിറ്റി നാർക്കോട്ടിക് സെൽ അഡീഷണൽ കമ്മീഷണർ അജി ചന്ദ്രൻ സിറ്റി പോലീസ് കമ്മീഷണർ G. സ്പർദ്ധൻ കുമാറിനാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. കേസെടുക്കാൻ പറ്റില്ല. ഈ ബാക്കി കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പലതും നിങ്ങൾ മറന്നുപോയതാണ്. ആദ്യം ഗോപാലകൃഷ്ണൻ ഹിന്ദുക്കളായ IAS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മല്ലു ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അത് പിടിക്കപ്പെടുമെന്നായപ്പോൾ മല്ലു മുസ്ലിം ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്നൊരു മറ്റൊരു ഗ്രൂപ്പും ഉണ്ടാക്കി. രണ്ടും പുറത്തറിഞ്ഞപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് താനല്ലെന്നും ഫോൺ ആരോ ഹാക്ക് ചെയ്താണെന്നുള്ള കള്ളപ്പരാതിയും നൽകി. ഹാക്ക് ചെയ്തെന്ന ഗോപാലകൃഷ്ണൻ്റെ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞതിന് പിന്നാലെയാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത്. ആരാ സസ്പെൻഡ് ചെയ്യുന്നത്? ചീഫ് സെക്രട്ടറിയാണ് സസ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ചീഫ് സെക്രട്ടറി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത് കളവാണെന്നും അദ്ദേഹം ഈ രീതിയിലുള്ള മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും വ്യക്തമായും കിട്ടിയ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറി ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പം എന്താ പോലീസ് പറയുന്നത്? അങ്ങനെ സംഭവമില്ല, അതിന് തെളിവില്ല, കേസെടുക്കാൻ പറ്റില്ല. ജനം എന്താ വിശ്വസിക്കേണ്ടത്? ആദ്യം പോലീസ് കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി എടുത്ത കാര്യമാണോ ശരി? ഇപ്പോൾ ഇതൊന്നുമില്ല, ഫോണിലൊന്നും കാണാനില്ല. ഫോൺ 2-3 പ്രാവശ്യം അദ്ദേഹം റീസെറ്റ് ചെയ്തു, അതുകൊണ്ട് തെളിവ് കിട്ടാനില്ല. സിനിമയിലൊക്കെ കാണും. അപ്പം ഇവിടെയാണ് ഇതെല്ലാം പോകുന്നത്. ഈ IAS, ഈ IPS ഈ കൂട്ടിക്കടിപ്പിച്ച് പോകുന്നത് ഞാൻ ഈ പറയുന്ന കേന്ദ്രത്തിൻ്റെ RSS ലോബിയുമായി മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഈ പറയുന്ന അധാർമികമായ രാഷ്ട്രീയ കൂട്ടുകെട്ട നെക്സസ്, ഞാൻ എപ്പോഴും പറയുന്ന ആ നെക്സസ്, അതിൻ്റെ ബാക്കിയാണ് ഈ IASകാരുടെ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇതാണ് സ്ഥിതി. ഇതാണ് കേരളം മനസ്സിലാക്കേണ്ടത്. ഈ മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിയും RSS തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് കേസെടുത്തത്. പിന്നെന്താ, ഇതെല്ലാം അത് തന്നെയല്ലേ, ഇതെല്ലാം അതുമായി കണക്റ്റഡ് അല്ലേ. ഇപ്പൊ സ്വർണ്ണ കേസ് എവിടെ എത്തി അന്വേഷിച്ചിട്ട്? ആരെ വിളിച്ച് അന്വേഷിച്ചത്? കൊണ്ടുവന്നവരെ വിളിച്ച് അന്വേഷിച്ചെങ്കിലല്ലേ ഈ കാര്യം എങ്ങനെ കൊണ്ടുവന്നു, ആർക്ക് കൊടുത്തു, എവിടെ കൊടുത്തു, ഏത് തട്ടാനാ തൂക്കിയത്, കൊണ്ടുവന്നത് എത്രയായിരുന്നു, കോടതിയിൽ കൊടുത്തത് എത്രയെന്ന് അറിയണമെങ്കിൽ ഈ സ്വർണം കൊണ്ടുവന്ന ഈ പ്രതികളായവരെ വിളിച്ചിട്ട് SIT ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണ്ടേ? അതുണ്ടാകുന്നില്ലല്ലോ, അവിടെയാണ് പ്രശ്നം. തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള പോക്കൊക്കെ എവിടെ വരെ ആയി? എന്താണ് ചർച്ചകൾ? എവിടെ ഡൽഹിയിൽ നിന്ന് മടങ്ങുന്നുണ്ടോ? അതെ, നിങ്ങളൊക്കെ പറഞ്ഞാൽ മടങ്ങും. ചർച്ചയൊക്കെ അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്താണ് നിലവിലെ DMK-യിലേക്ക് പോകാൻ ആഗ്രഹിച്ചു, പക്ഷേ മുഖ്യമന്ത്രിയാണ് അത് തടഞ്ഞതെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇപ്പം നിലവിൽ എന്താണ്? ഈ പല സൈഡിൽ നിന്ന് പാരവെപ്പ് വരുന്നുണ്ടോ? അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി കെയർഫുള്ളായിട്ടാണ് നീങ്ങുന്നത്. അല്ല, DMK-യുടെ കാര്യം വിശദമായി പറഞ്ഞില്ല, അത് മുഖ്യമന്ത്രി തന്നെയല്ല, അത് വേറെ ആരുമില്ല. ആം ആദ്മിയൊക്കെ ആണെങ്കിലും പാരവെപ്പ് വരുമെന്ന് പേടിയുണ്ട്. അല്ല, നമ്മൾ പാര നന്നായി പ്രതീക്ഷിക്കുന്നുണ്ട്. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കണല്ലോ. അപ്പം വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് ആ കാര്യങ്ങൾ നീക്കുന്നത്. പാരകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നാല് വഴിക്കും നടക്കുക, അത് കുഴപ്പമില്ല. സുഖം ഗോയിങ് ഓൺ. നമുക്ക് തീരുമാനിക്കാന്നേ, പാർട്ടിയുടെ പേരിലല്ലല്ലോ കാര്യം, പാർട്ടിയുടെ പ്രവൃത്തിയിലല്ലേ. അതെ, അപ്പം അതൊക്കെ നോക്കണ്ടേ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ ഈ കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കൂടുതലായിട്ട് ഒരു പാർട്ടി ഉണ്ടാകും. തീർച്ചയായിട്ടും അത്രയൊന്നും നേടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാറായില്ല നമുക്ക്. ഇനിയിപ്പോൾ പുതിയ വോട്ട് ചേർക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടാവും. 1-2 മാസത്തിനുള്ള എന്തായാലും എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും കൃത്യമായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ അങ്ങനെ പുതിയൊരു പാർട്ടി എന്നുള്ള രീതിയിലായിരിക്കും ആയിരിക്കും.